ഇവിടെ ഇപ്പോ അറിയോ അറിയില്ലേ എന്നുള്ള വിഷയം അതൊക്കെ വേറെ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ വേറെ പറയാം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു ചോദിക്കുന്നില്ലേ? അള്ളാഹ് എല്ലാം അറിയുന്നവനല്ലേ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? എല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു ആണെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ? അത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന്റെ മുമ്പേ ജനങ്ങൾക്കറിയാം അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പുള്ള മനുഷ്യർക്കറിയാം അള്ളാഹു എല്ലാം അറിയുന്നവനാകുന്നു എന്ന്. അതിലൊരു തർക്കമില്ലല്ലോ സാധേ. അള്ളാഹുത്തിനെ ചോദിക്കില്ല മൂസ എന്റെ വലത് കയ്യിൽ എന്തള്ളേന്ന്? അതെന്തിനാന്നോ? അത് മൗലവിമാർക്ക് തിരിയേണ്ടിട്ടാ. മൂസ നിന്റെ വലത് കയ്യിൽ എന്താ ഉള്ളേ? മൂസ എന്താ പറഞ്ഞേ? എന്താ തിളക്ക യമീനിക്ക് യാ മൂസ, എന്താ നിന്റെ വലത് കയ്യിലുള്ളത്? അത് മൂസാക്കറിയാം, മൂസാ നബിക്കറിയാം. മൂസാ നബിന്റെ വലത് കയ്യിൽ എന്താ ഉള്ളത്? വടിയാണെന്ന് മൂസാ നബിക്കറിയാം. എൻ്റെ വലത് കയ്യിൽ വടിയാളുള്ളതെന്ന്. എന്നിട്ട് അള്ളാഹ് ചോദിച്ചെന്താ? അള്ളാഹു ചോദിച്ചത് എന്താ? അള്ളാഹ്ക്ക് മാത്രമല്ല മൂസാ നബിക്കും അറിയാം. അള്ളാഹ്ക്കും അറിയാം, മൂസാ നബിക്കും അറിയാം മൂസാ നബിന്റെ വലത് കയ്യിൽ എന്താ ഉള്ളതെന്ന്. വടിയാണെന്ന് അള്ളാഹ്ക്കും അറിയാം, മൂസാ നബിക്കും അറിയാം. പക്ഷെ മുസ്ലിയാക്കന്മാർക്കൊരു പാഠം കൊണ്ട് പഠിക്കണമല്ലോ. ഈ വിഷയം പൂർത്തിയാക്കാദ്യം. ഇപ്പൊ നിങ്ങൾ ആ ചോദിച്ചത് തന്നെ തീർത്തു പറ. നിന്റെ വലത് കയ്യിൽ എന്താ ഉള്ളത്? ആ വിഷയം പൂർത്തിയാക്കിയില്ല ഉസ്താദ്. ആ വിഷയം പൂർത്തിയാക്കി. നിന്റെ വലത് കയ്യിൽ എന്താ ഉള്ളത്? മൂസാ നബി എന്താ പറഞ്ഞേ? മൂസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞേ? എൻ്റെ വലത് കയ്യിൽ വടിയാകുന്നു. എൻ്റെ വലത് കയ്യിൽ വടിയാകുന്നു. അപ്പൊ അള്ളാഹു ചോദിച്ചു, അതുകൊണ്ട് നിനക്കെന്തൊക്കെയാ ഉപകാരം? മൂസാ നബി എന്താ പറഞ്ഞ്? ഞാനിത് കുത്തിപ്പിടിച്ച് നടക്കും, ഇതുകൊണ്ട് ആട്ടിന് ഇല അടിച്ച് കൊഴിച്ചിട്ട് കൊടുക്കും. ഇല്ലേ? വടികൊണ്ടുള്ള ഉപകാരങ്ങൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇത്തിരിയെ മൂസാ നബിക്ക് അറിഞ്ഞോളൂ. അതിൻ്റെ അപ്പുറം വടി കൊണ്ടൊരു കാര്യം ഉണ്ടല്ലോ, അത് മൂസാ നബിക്ക് അറിയില്ല. മറിഞ്ഞ കാര്യം അറിയുന്ന ആളാണ് നബിമാരെങ്കിൽ, മുർസലീങ്ങൾ മറിഞ്ഞ കാര്യം അറിയുന്ന ആളായിരുന്നുവെങ്കിൽ മൂസാ നബിക്ക് എന്തറിയണമായിരുന്നു? വടി കൊണ്ടുള്ള മറ്റേ കാര്യം അറിയണമായിരുന്നു. മൂസാ നബിക്ക് അറിയാവുന്നത് കുത്തിപ്പിടിച്ച് നടക്കലും ആട്ടിന് ഇല അടിച്ചിട്ട് പറിച്ചിട്ട് കൊടുക്കലാണ്. വേറൊരു കാര്യമുണ്ട് വടിയുണ്ട്, അത് മൂസാ നബിക്ക് അറിയില്ല. അത് മൊയ്ലാന്മാർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം. മുർസലീങ്ങൾക്ക്, അമ്പിയാക്കൾക്ക് മറിഞ്ഞ കാര്യം അറിയില്ല എന്ന് മുസ്ലിയാക്കന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതവിടെ വെച്ചത്. ബാക്കി ഇപ്പം വലിയ ഉസ്താദ്മാർക്ക് ഒരു പാഠം പഠിച്ചല്ലോ. മറിഞ്ഞിരിക്കുന്ന കാര്യം അമ്പിയാക്കൾക്ക് അറിയില്ല. നേരത്തെ ഒരു ഉസ്താദ് ഈ ഗ്രൂപ്പിൽ എന്താ ഓതിയത്? എന്തിനു ഓതിയെ? റസൂലിനെ പിന്തുടരുന്നവർക്ക് വരെ മറിഞ്ഞ കാര്യം അറിയാമെന്ന് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ അല്ലാഹ് എന്താ പറഞ്ഞ്? മുർസലീങ്ങൾക്ക് മറിഞ്ഞ കാര്യം അറിയില്ല. ആ ബാക്കി അറിയോ അറിയില്ല എന്ന വിഷയത്തിലേക്ക് പോണ്ട. ഇപ്പൊ ഈ വിഷയം പൂർത്തിയാക്ക്. റബിയുൽ അവ്വൽ 12-ന് ഹബീബായ നബി തങ്ങൾ ജനിച്ചത് എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ്? സീക്കയുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? അത് പറയും. ഉസ്താദ് സീക്ക് അത് പറഞ്ഞില്ല. എത്ര വട്ടം മൂല്യമറി നിങ്ങളോട് എത്ര വട്ടം പറയണ്ടേ? നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞു. സീക്കേന്റെ കയ്യിലുള്ള തെളിവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്നാണെന്ന് ഭൂമിയിൽ ഒരു തെളിവില്ല. അതുകൊണ്ട് സീക്കെ പറയുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് തെളിവില്ല എന്നാണെന്നത്. അതല്ല എൻ്റെ തെളിവ്. ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ സീക്കെ പറയില്ല. അദ്ദേഹം ഒഫാത്തായതിന് തെളിവുണ്ട്, അതുകൊണ്ട് സീക്കെ പറയില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ ഒഫാത്തായതെന്ന് അറിയില്ല എന്ന് സീക്കെ പറയോ? ഇല്ലല്ലോ, അതിന് തെളിവുണ്ട്. ജനിച്ചതിന് ഒരു തെളിവില്ലല്ലോ, ഒരുത്തൻ്റെ കയ്യിലും തെളിവില്ല. അതുകൊണ്ടാ പറയുന്നത് സീക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് തെളിവില്ല എന്ന് പറയാൻ കാരണം ഒരുത്തൻ്റെ കയ്യിലും ജനിച്ചതിന് തെളിവില്ലാത്തത് കൊണ്ടാണ്. ഉണ്ടെങ്കിൽ സീക്കെ പറയില്ല. ദുനിയാവിൽ ഒരു തെളിവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അന്നല്ല ജനിച്ച്. എന്ത് തെളിവുള്ളത്? നമ്മൾ ഇത്രയും തെളിവുകൾ പറഞ്ഞു. നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തന്നെ പ്രഖ്യാപിച്ചത് പറഞ്ഞു, നിങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. എന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരല്ല, ഇമാമിങ്ങൾ. ഓലെന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ഇമാമിങ്ങൾ എത്തുക. എന്റെ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എത്തുക.
ഷാഫി, അനഫി, അമ്പലി, മാലിക് ഓലിയത്തങ്ങ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ എത്തുക. ഓലാരും പറഞ്ഞിട്ടില്ല റബീഉൽ അവ്വൽ 12 ജനിച്ചെന്ന്. ഓലിക്കറിയാത്ത വിവരം അല്ലേ ഉസ്താദേ? എൻ്റെ നേതാക്കന്മാർ അതിലല്ലേ താഴല്ലേ? പിന്നെ നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞ് വിശ്വസിക്കുന്നില്ല. ഒന്ന് ഇമാമിങ്ങൾ പറഞ്ഞെങ്കിൽ വിശ്വസിക്കില്ല. എന്നിട്ട് അതിലും വലുതാ എൻ്റെ നേതാക്കന്മാർ. നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ലോകത്തിൽ മൊത്തം ഈ റബീഉൽ അവ്വൽ 12 എന്തിനാണ് അവധി കൊടുക്കുന്നത്? അവധി കൊടുക്കുന്ന അതുകൊണ്ട് അത് തെളിവാസ്തേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 12 എന്നതിന്റെ തെളിവെന്താണ്? ലോകത്തന്ന് അവധി കൊടുക്കുന്നു. ഇതാ തെളിവ്. ഇങ്ങനെ ഉസ്താദ് തെളിവ് അറിയാം.